പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ വീഡിയോയിൽ ബഖറ സൂറത്തിനെ കുറിച്ച് ചെറിയൊരു വിവരണം നാം നൽകി. ഫാത്തിഹ സൂറത്തിൻ്റെയും അർത്ഥവും അതിൻ്റെ ചെറിയ വിവരണവും നൽകിക്കഴിഞ്ഞു. ഇനി സൂറത്തുൽ ബഖറ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബഖറ ബിസ്മി ഉൾപ്പെടെ 287 ആയത്തുകളാണുള്ളത്. ബിസ്മിയുടെ അർത്ഥം നമ്മൾ ഫാത്തിഹയിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി അലിഫ് ലാം മീം, അലിഫ് ലാം മീം, ഇതിന് യഥാർത്ഥത്തിൽ അർത്ഥം ഇല്ല. അലിഫ് ലാം മീം, അലിഫാണ്, ലാമാണ്, മീമാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഈ അലിഫ് ലാമിൽ കേവലം 3 അക്ഷരമാണുള്ളത്: അലിഫ്, ലാം, മീം. ഇങ്ങനെ 29 അധ്യായങ്ങളിൽ കേവലം ഇത്തരം അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങിയ സൂറത്തുകളെ നമുക്ക് കാണാൻ കഴിയും. ഹാമീൻ, യാസീൻ തുടങ്ങിയ അങ്ങനെ ഒരുപാട് 29 സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവയുടെ അർത്ഥത്തെക്കുറിച്ച് പല അഭിപ്രായമുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് കേവലം ഒരു അക്ഷരം മാത്രമാണ്, വേറെ ഒന്നുമില്ല. മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലർ പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു, ഈ കിതാബ്, ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഈ ഖുർആൻ ഒരു വഴികാട്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച റബ്ബിൻ്റെ ആജ്ഞകളനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നൊരു തിരിച്ചറിവ് ഓരോ മനുഷ്യനും ഉണ്ടാവണം. എന്നാൽ ഈ അറിവ് നമ്മൾ ധിക്കരിച്ചു കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോകുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ റബ്ബ് കൽപ്പിച്ച അനുസരണയുള്ളവനായി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം.